إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس عباد الله أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا. ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസം ഭരണകാരുണ്യകളും ദയാപരണമായ സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോളം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് സ്വീയത്തെ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അവന്റെ ഇഷ്ടാദാസന്മാരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്ന വേളയിൽ അങ്ങനെ നീങ്ങുമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നേരെ നിർത്താൻ നാം താങ്കൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഒരു വാഴക്കുല അതിന്റെ കുലങ്ങനെ പുറത്തേങ്ങനെ വന്നു നിൽക്കുന്ന വളയിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു താങ്ങ് കൊടുക്കും, ഒരു തൂണ് കൊടുക്കും, ഒരു മുട്ടി നമ്മൾ കൊടുക്കാൻ. മാവിൽ കൊമ്പ് മാന സമൃദ്ധിയായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് തൂങ്ങി വരാം, അവിടെ നമ്മളെ താങ്ങി നിർത്താം. ചക്കയാണെങ്കിലും അങ്ങനെ തന്നെ. അതേപോലെ തന്നെ ചെറിയ അല്ലെങ്കിൽ കുത്തിപ്പിടിച്ച് നിൽക്കാൻ നടക്കാൻ വേണ്ടി വടി താങ്ങായി നമ്മൾ പിടിക്കാം. എല്ലാത്തിനും നാം ഇപ്രകാരം താങ്ങ് നൽകാറില്ല. നിവർന്നു നിൽക്കാൻ ആവശ്യമായത് മാത്രം. എല്ലാത്തിനെയും റബ്ബ് സൃഷ്ടിച്ചത് ഒരുപോലെയല്ല, വൈവിധ്യങ്ങളുണ്ട്. അപ്രകാരം തന്നെയാണ് മനുഷ്യരായ നമുക്കും ഉള്ളത്. ചിലർ സമ്പന്നരാണ്, മറ്റു ചിലർ ദരിദ്രരാണ്. ആരോഗ്യവാന്മാരാണ്, മറ്റു ചിലര് രോഗികളാണ്. സൗകര്യമുള്ളവരുണ്ട്, സൗകര്യമില്ലാത്തവരുണ്ട്.
ഉള്ളവർക്ക് ഇല്ലാതാവുന്നു, ഇല്ലാത്തവർക്ക് ഉണ്ടാവും. റബ്ബിന്റെ വ്യവസ്ഥ ഇപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നാം താങ്ങുകളാവണം. കൂടെ ജീവിക്കുന്നവർക്ക്, പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് താങ്ങും തണലുമാവേണ്ടവരാണ് നാം എന്ന ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതാണ് വിശുദ്ധ പഠിപ്പിച്ചത്. താവനും അതിൽ വത്തഖ്വ വലാ താവനും അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ തഖ്വയിലും പുണ്യത്തിലും പരസ്പരം സഹായിക്കുക, പാപത്തിലും അതേപോലെ തന്നെ അനീതിക്കും എന്ത് ചെയ്യാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. വത്തഖ്വ നിങ്ങൾ അതാണ് സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചു. അപ്പൊ പരസ്പരം താങ്ങുകളായി മനുഷ്യ ജീവിതത്തെ റബ്ബ് സംവിധാനിച്ച് തന്നെ അങ്ങനെ ആ രൂപത്തിലാണ് പരസ്പരം താങ്ങും തണലുമായിട്ടാണ്. ജനനം മുതലേ മറ്റുള്ളവരുടെ സഹായം നമ്മൾ സ്വീകരിക്കുന്നു. ജീവിതത്തിലുടനീളം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്ത്യയാത്രയിൽ പോലും ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ. എന്നാൽ എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞാലും ജീവിതം അപ്രകാരം സാധ്യമല്ല. കാരണം അനുഭവിക്കുന്നതൊന്നും സ്വന്തമായതല്ല, മറിച്ച് മറ്റുള്ളവരുടെ അധ്വാനം കൂടിയാണ്. കഴിക്കുന്ന ഭക്ഷണം, ഒളിക്കുന്ന ഉടുക്കുന്ന വസ്ത്രം, താമസിക്കുന്ന വീട്, യാത്ര ചെയ്യുന്ന വാഹനം, കുടിക്കുന്ന വെള്ളം, ഇങ്ങനെ മുഴുവൻ സൗകര്യങ്ങളും അനേകം ആളുകളുടെ അധ്വാന ഫലമാണ്. നമ്മള് അതുകൊണ്ട് എന്താവണം, സഹായികളാവണം. ഏത് വിധമുള്ള സഹായമാവാം, അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. നല്ല വാക്കുകൊണ്ടാവാം, പ്രവർത്തനം കൊണ്ടാവാം, സമാധാനിപ്പിക്കൊണ്ടാവാം, അത് നന്മകൾ കൽപ്പിച്ചുകൊണ്ടാവാം, തിന്മകൾ വിരോധിച്ചുകൊണ്ടാവാം. നമ്മുടെ ഓരോരുത്തരും ചില ആളുകളുടെ സാമീപ്യം, അടുപ്പം കൊണ്ടാവാം, പെരുമാറ്റം കൊണ്ടാവാം, സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടാവാം, സന്ദർശനങ്ങള്, ഫോൺ വിളികള്, പ്രാർത്ഥന ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്താവാം, ഇങ്ങനെ പരസ്പരം സഹായികളായി മാറാൻ കഴിയും. താങ്ങും തണലുമാവേണ്ട സന്ദർഭത്തിലും അതേപോലെ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നാമത് സാമ്പത്തിക സഹായങ്ങളാണ്. അഥവാ സ്കൂളുകളും മദ്രസകളും ഒക്കെ തുറക്കുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കാം. പല രക്ഷിതാക്കളും നെടുവേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഓരോ കുട്ടിക്കും ആയിരങ്ങളും പതിനായിരങ്ങളും വേണം. ബാഗ് വേണം, കുട വേണം, പുസ്തകങ്ങൾ വേണം, അതേപോലെ തന്നെ എന്താ പറയുക, മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം. അഥവാ ഫുഡ് കൊണ്ടുപോകേണ്ട പാത്രങ്ങൾ വേണം. ഇങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങള് സ്കൂൾ മദ്രസ കളിക്കുമ്പോ ആവശ്യമായി വരിക. കഷ്ടപ്പെടുന്നവരുണ്ട്, ധാരാളം ദരിദ്രരായ നമുക്ക് ആളുകൾ ചുറ്റുപാടുമുണ്ട്. രണ്ടോ മൂന്നോ കുട്ടികൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ എത്രമാത്രം സംഖ്യ വരും. അതുകൊണ്ട് തന്നെ ആ ആയിരങ്ങളെ ചെലവ് വരുമ്പോ അവിടെ അറിഞ്ഞ് നാം ഇടപെടണം. നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ഇല്ലാതിരിക്കാം. റബ്ബ് ധാരാളം അനുഗ്രഹം നമുക്ക് നൽകുന്നുണ്ട്. പഠിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ ഇതിന് സഹായിക്കാൻ ശേഷിയുള്ളവരുണ്ടാവാം. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട മേഖലകളിൽ ബാഗാവട്ടെ, കുടയാവട്ടെ, അതേപോലെ നോട്ട് പുസ്തകങ്ങളാവട്ടെ, മറ്റ് പഠനോപകരണങ്ങളാവട്ടെ, അവരുടെ പഠനം മുടങ്ങാതിരിക്കാൻ യൂണിഫോം വരെ ഉള്ള വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നമ്മൾ അവർക്ക് ഒരു താങ്ങാവണം, തണലായി മാറണം, അവർക്ക് ആശ്വാസമായി മാറണം. അത് മഴക്കാലം വന്നു കഴിഞ്ഞാലോ, മഴ വന്നു കഴിഞ്ഞാൽ അവിടെ വളരെ വലിയ പ്രയാസം വേറെയുമുണ്ട്. ചോറ് കഴിക്കുന്ന വീടുകളുണ്ടാവാം, വാർപ്പാണെങ്കിലും അതേപോലെ തന്നെ മറ്റെന്ത് ഓടാണെങ്കിലും ശരി, ചോറ് വലിക്കുന്ന വീടുകളുണ്ടാവാം. അതേപോലെ തന്നെ ജോലികളുണ്ടാവാം, അതേപോലെ തന്നെ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവാം. മഴക്കാലമായി കഴിഞ്ഞാൽ അത്ര പ്രയാസം അനുഭവിക്കുന്ന ആളുണ്ടാവാം. അതേപോലെ തന്നെ വാടക വീണ് വാടക നൽകാൻ കഴിയാത്തവർ, ചികിത്സക്ക് പണമില്ലാത്തവർ, ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഇവരെ നമ്മൾ അറിയണം, നാം അന്വേഷിക്കണം. അധികമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ആശ്വാസം നൽകാൻ സാധിക്കണം. ഇവിടുന്നത് അതാണ് ഈ താങ്കളാകുക എന്ന് പറഞ്ഞിടത്ത് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഏറ്റവും നല്ലതിലേക്ക്
നന്മയുടെ വഴിയിലേക്ക് വഴി കാണിച്ചുകൊണ്ടുള്ള താങ്ങുകളാകും നമ്മൾ, അല്ലെ? ആ രൂപത്തിൽ താങ്ങായി മാറാൻ സാധിക്കണം. വിശ്വാസം എല്ലാ സമയവും ബദാരിയാവണം. ഈത്തപ്പന മര പോലെ, അല്ലെ? അതിന്റെ ഇല പോലും, ഈത്തപ്പന എന്ന് പറയുന്ന മരത്തിന്റെ ഇല പോലും, അതേപോലെ തന്നെ അതിന്റെ ഇല പൊഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ചു പോയ തണലാണ് അവിടെ. അതേപോലത്തെ എല്ലായ്പ്പോഴും തണലാണ്, മധുരമുള്ള ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. മുഴുവൻ ഭാഗങ്ങളും ഉപയോഗമാണ്. അതേപോലെ ഇപ്രകാരമായിരിക്കണം വിശ്വാസികൾ. ഈ രൂപത്തിലാവാൻ നമ്മൾ. അതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുത്താതിരിക്കുക, ആശ്വസിപ്പിക്കുക. സമ്പൂർണ്ണ A+ മാത്രമാണ് ചർച്ചകൾ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അത് 9 കിട്ടിയവരുണ്ടാവാം, 8 കിട്ടിയവരുണ്ടാവാം, 5 ഉണ്ടാവാം, 3 ഉണ്ടാവാം, 8 ഉണ്ടാവാം. ഓരോരുത്തരും കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടാത്തതിനെ കുറിച്ചാണ് പ്രശ്നങ്ങള്. കിട്ടിയതിനെ കുറിച്ച് അനുമോദനങ്ങളില്ല. കിട്ടിയ പിന്നെ A+നെ കുറിച്ച് അനുമോദനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ചേർത്ത് പിടിക്കണം. അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. അതേ താരതമ്യം കൊണ്ട് ഒരിക്കലും പഴിചാരാൻ പാടില്ല. അവർക്കൊരു താങ്ങായി മാറാൻ നമുക്ക് അവിടെയും കഴിയേണ്ടതുണ്ട്. ഇവരാരും ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, നാടിനാവട്ടെ, നാട്ടുകാർക്കാവട്ടെ, മാതാപിതാക്കൾക്കാവട്ടെ ഏറെ ഉപകാരപ്പെടുന്നവരായിരിക്കാം. പല വഴികളിലും പല മേഖലകളിലും കരുണയുള്ളവരായിരിക്കാം. അതേ സ്നേഹമുള്ളവരാണ്. മാതാവിനും പിതാവിനും ഉപകരിക്കുന്നവർ. അതേ അവർക്ക് ആ വിഷയത്തിൽ കഴിഞ്ഞ സൂചിപ്പിച്ച പോലെ കിട്ടിയവരെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഇകഴ്ത്താനും തരം താഴ്ത്താനും ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ മോശമായിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയല്ല വേണ്ടത്. സർട്ടിഫിക്കറ്റിലെ A+നേക്കാൾ മികച്ചത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സർട്ടിഫിക്കറ്റിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. അവരെ മറ്റുള്ള സന്ദർഭങ്ങൾ അവിടെയും പ്രോത്സാഹനങ്ങളും ഒരു താങ്ങും തണലുമായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓരോ മുസ്ലിമും ദാനം ചെയ്യേണ്ടതുണ്ട്. തന്റെ കൈകളെ കൊണ്ട് അധ്വാനിക്കുക, സ്വന്തം ശരീരത്തിന് ഗുണം ചെയ്യുക, ദാനം ചെയ്യുക. അതോടൊപ്പം തന്നെ ദുഃഖാകുലനായ ആവശ്യക്കാരനെ സഹായിക്കുക, നല്ലത് കൽപ്പിക്കുക. അതേപോലെ തന്നെ തിന്മ ചെയ്യാതിരിക്കുക. അതുപോലെ സ്വതക്കയ്യാണ്. അതെ, ഇന്ന് പലർക്കും ശല്യക്കാരാണ്. പത്രദ്വാരം നമ്മൾ വായിക്കുന്ന ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ മാതാപിതാക്കൾക്ക് മക്കൾ ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. മക്കൾക്ക് പലപ്പോഴും പലരും എന്തായി ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതേ ഇണകൾക്ക്, അയൽവാസികൾക്ക്, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ പരസ്പരം ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം പിതാവിനെ തന്റെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യാത്തതിന്റെ പേരില് മുഖത്തേക്കും ആഞ്ഞടിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, തന്റെ കാലുകൊണ്ട് മുഖത്തേക്ക് ചവിട്ടുന്ന ഒരു നേരിയ രംഗം നമ്മൾ കണ്ടവരാണ്. അല്ലേ? ആലോചിച്ച് നോക്കി. ഒരു നൊന്തേ പ്രസവിച്ച് അതിനെ എല്ലാവരും നോക്കി വളർത്തിലാക്കിയ ഒരു മകൻ തന്റെ പിതാവിനോട് ചെയ്യുന്ന ഒരു ക്രൂരത ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. മദ്യപിച്ച് അതേപോലെ തന്നെ മയക്കുമരുന്ന് അഡിക്റ്റായി അങ്ങനെ മാതാപിതാക്കൾക്ക് താനും തല്ലുമായി മാറേണ്ടവർ അക്രമത്തിന്റെ, അതേപോലെ തന്നെ അതിലേക്കുള്ള കുറ്റപ്പെടുത്തലിന്റെ, അതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ പാണ്ഡമായി കൊണ്ട് ആ പ്രാരാബ്ധമാക്കി വെച്ചുകൊണ്ടാണ് പലപ്പോഴും ശല്യമായിക്കൊണ്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളെല്ലാം പരസ്പരം ഈ പറയപ്പെട്ടവർക്കെല്ലാം താങ്ങായി മാറാൻ, തുണയായി മാറാൻ, സമാധാനത്തിന്റെ വഴികളായി കിട്ടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കഷ്ടപ്പെടുന്നവർക്ക് താങ്ങാവുമ്പോ അവർ അല്ലാഹുവിന്റെ ഒരുപാട് അനവധി നേട്ടങ്ങളും ലഭിക്കുന്നത്. അല്ലെ? ഒന്ന് വിജയം വരിക്കാൻ കഴിയും. സമ്പത്ത് കൊണ്ടും അതേപോലെ തന്നെ ശരീരം കൊണ്ടുമൊക്കെ ജിഹാദ് ചെയ്തുകൊണ്ട് വിജയം വരിക്കാൻ സാധിക്കും. സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്ന മേഖലയിൽ അതേപോലെ തന്നെ വർദ്ധന നൽകും. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് താങ്ങായി മാറാൻ, മറ്റുള്ളവർക്ക് താങ്ങായി മാറാൻ സാധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദിയിലൂടെ നമുക്ക് ഒരുപാട് വർദ്ധന നൽകുകയാണ്. നല്ലവരായ മനുഷ്യരുടെയും മലക്കുകളുടെയും സ്നേഹം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളത്
എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആയി മാറുമെന്നുള്ളതാണ്. അതേപോലെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമായി കൊണ്ട് മാറുമെന്നതാണ്. അതായത് മദീന പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം ഒരു വഴിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. തന്റെ സഹോദരന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി നടക്കുകയാണ്, വെറുതെ നടക്കുക. അങ്ങനെ നടന്നാലോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തന്റെ സഹോദരന്റെ പ്രയാസം അവന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവന്റെ കാലുകൾ മതിൽ പോകുന്ന ദിവസമുണ്ടല്ലോ. ഭാരതീയ ലോകത്തിലുള്ള കാലുകൾക്ക് ബലം ധൈര്യം നൽകുമെന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നമ്മൾ മറ്റുള്ളവർക്ക് താങ്ങായി മാറാൻ സാധിക്കേണ്ടതുണ്ട്, തണലായി മാറാൻ കഴിയണം. ആ പരലോകത്ത് നമ്മുടെ കാലുകൾക്ക് അത് പകർച്ച സംഭവിക്കാതിരിക്കാൻ, പ്രയാസമില്ലാതിരിക്കാൻ, പ്രയാസപ്പെടുന്ന പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്താലോ അങ്ങനെ ആ പ്രയാസമില്ലാതിരിക്കാൻ, കാലുകൾ പതറിപ്പോകാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി അത് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആ റബ്ബിന്റെ സഹായം ഉണ്ടാവും, ആശ്വാസം റബ്ബ് നമുക്ക് തരുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, സ്കൂളുകൾ മദ്രസകൾ തുറക്കുമ്പോ നമ്മുടെ സംഘടനാ രംഗത്തുള്ള പ്രവർത്തന മേഖലകളെ അവിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആശ്വാസത്തിന്റെ തലവ് നൽകാൻ, അത് ഒരു പടുവർഷമായി മാറാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള ഓരോ സന്ദർഭങ്ങൾ കടന്നു വരുമ്പോഴും നാം ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഓരോ പങ്ക് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല എങ്കിലും നല്ലൊരു വാക്ക്, നല്ലൊരു പ്രവൃത്തി, നല്ലൊരു ചർച്ച അത് കൊണ്ടുവന്ന് അത് എല്ലാവർക്കും ഇഷ്ടമായി നടപ്പാക്കിയാലും ഒന്നും തരാൻ കഴിയാത്ത ആളെ കൊണ്ട് കിട്ടിയ നേട്ടമെന്താ? ഒരു നല്ലൊരു തീരുമാനം, ഒരു നല്ലൊരു അഭിപ്രായം. ആ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു, നടപ്പാക്കി. ആർക്കതിന്റെ കൂലി കിട്ടിയത് അതിന്റെ തുടക്കക്കാരുണ്ടായിരുന്നു, അയാൾക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തില് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കണമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? ഇന്നൽ മുഅ്മിന അൽ മുഅ്മിനി കൽ ബുനിയാൻ. ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ആരായിരിക്കണം? കൽ ബുനിയാൻ, ഒരു ബിൽഡിങ്ങിനെ പോലെ ആയിരിക്കണം. അതിന്റെ ഓരോ കല്ലുകളും എത്രമാത്രം ഭദ്രമായി കൊണ്ടാണ് ആ ബിൽഡിങ്ങിനെ ശക്തമാക്കി നിർത്തുന്നത്. ഇതുപോലെ ആയിരിക്കണം വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അത് ഒരു വലിയ ബിൽഡിങ്ങിന്റെ പ്രത്യേകത വിശദീകരിക്കണമല്ലോ. അതുപോലെ ഒരു വലിയ നന്മയായി, ഒരു വലിയ മുതൽക്കൂട്ടായി പ്രതിഫലമാക്കിക്കൊണ്ട് മാറ്റിവെക്കാൻ നമുക്കതുകൊണ്ട് സാധിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. കൊണ്ട് നാം ശ്രദ്ധിക്കുക, ഇത്തരം ഒരു മേഖലയിൽ ഒരു താങ്ങായി മാറാൻ, ഒരു തണലായി മാറാൻ, ഒരു ആശ്വാസമായി മാറാൻ. നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ 2, 3, 4 മക്കളൊക്കെ പഠിക്കുന്നവരുണ്ടാവാം, പക്ഷേ താങ്ങാൻ കഴിയാത്തതിനപ്പുറമാണ് അതിന്റെ ചെലവുകൾ. അല്ലെ, യൂണിഫോം ആകട്ടെ, മറ്റു ഡ്രസ്സുകളാകട്ടെ, അതേപോലെ തന്നെ ആവശ്യമായ മറ്റു ഉപകരണങ്ങളാകട്ടെ, എന്തുമാവട്ടെ, അതിനൊക്കെ ഒരിക്കലും താങ്ങഴിയാത്ത ഒരു വലിയ സംഖ്യ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിനും ഓരോ ദിവസം കഴിയുമ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തില് ഇതൊക്കെ നാളെ പരലോകത്ത് വലിയ മുതൽക്കൂട്ടാണ്. ഒരു മാസം മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു മഹത്വം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, മനുഷ്യർ ഉത്തമരായി മാറാൻ ശ്രമിക്കുക. ഇഹലോകത്തിലൊക്കെ നമ്മെ സഹായിക്കും, പരലോകത്തുള്ള പ്രയാസം നീക്കിത്തരും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് താങ്ങായില്ലെങ്കിലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹം താങ്ങായാലോ ഈ പറയപ്പെട്ട മേഖല ജനതന്നാണ് നമുക്ക് ഉയർത്തി തരും. ഇല്ലെങ്കിലോ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റി മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരും. മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരുന്നവർ. അതേപോലെ തന്നെ ഇത്തരക്കാരെ റബ്ബിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? അവിടെ നന്ദിയുള്ളവരായി മാറാൻ സാധിക്കാതെ പോകുന്നവർക്ക് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാത്തവരായി മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സഹായം ചെയ്യുമ്പോൾ അത് പരിഗണിക്കേണ്ട രൂപത്തിലും
അത് ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ നമുക്ക് ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. അവിടെ അവർക്ക് ഒരിക്കലും അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നത് അഥവാ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയണം. സ്വീകരിക്കുന്ന അഭിമാനം തകർക്കരുത്, വലിയ പബ്ലിസിറ്റി രൂപത്തിൽ ചെയ്തുകൊണ്ട് അത് ഉണ്ടാകരുത്. നമ്മളെ കൊണ്ട് സ്വകാര്യമായി കൂടെ ചെയ്യാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും ഹൈറാവുക. അതിലേക്ക് തലമുറകൾക്ക് പോലും അത് ഭാരമായി അപമാനമായി കൊണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നന്മകൾ ചെയ്യുമ്പോ ഭക്ഷണത്തോട് താല്പര്യമുണ്ട്, പ്രിയമുണ്ട്. അങ്ങനെ പ്രിയമുണ്ടായിക്കൊണ്ടിരിക്കെ ഈ അറിയപ്പെട്ട ആളുകൾക്ക് അതൊക്കെ പറഞ്ഞേ ബന്ധനസ്ഥനായവർ, അതേപോലെ മിസ്കീനുകൾ, യതീമുകൾ കൊടുക്കുക. എന്താ കൊടുക്കുന്നത്? പേര് കിട്ടാനാ, പ്രശസ്തി ലഭിക്കാനാ അല്ല. പിന്നെ റബ്ബിന്റെ വജഹ ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒരു നന്ദി വാക്കോ ഒരു പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാ പറയുന്നത്. അങ്ങനെ ആഗ്രഹിക്കാതെ റബ്ബിന്റെ വജഹ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആ റബ്ബിന്റെ മാത്രം ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കുന്ന കൂലി ലഭിക്കണമെന്ന നിയത്തോടുകൂടി അത്തരം ഒരു പ്രവൃത്തി ചെയ്യലാണ് കരണീയമായിട്ടുള്ളത്. കാരണം എന്താ അറിയോ? മുഖച്ചുളിഞ്ഞു പോകുന്ന ഉത്സാഹമായ അസഹനീയമായ അതേപോലത്തെ വിശാലപ്പെട്ട മുഖച്ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ദിവസത്തെ ആ റബ്ബിനെ ഞങ്ങൾ ഭയപ്പെട്ട കാരണത്താലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ നന്മകളും തന്റെ റബ്ബിന്റെ വലിയ കൂലിയാണ്. അത് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നാം ഓരോരുത്തരും അത്തരം കാര്യങ്ങളിൽ ചെയ്യേണ്ടത്. വിശ്വാസികളെ, നിങ്ങള് ചെയ്ത സൽക്കർമ്മങ്ങളല്ലോ അത് എടുത്തു പറഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. ഏതുപോലെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ജനം ചെലവഴിച്ചാൽ പോലും ആവാൻ പാടില്ല. അന്ത്യദിനത്തിലും അല്ലാഹുവിലും അന്ത്യത്തിൽ വിശ്വാസമില്ലാത്ത ആള് ചെയ്യുന്ന പണിയാണത്. എന്നിട്ടോ മധുരന്റെ ഉദാഹരണം ഏതുപോലെ അതെ, ഒരു മുട്ടയായ പാറക്കുന്ന മുകളില് കുറച്ച് തരി മണ്ണുണ്ട്. ആ മണ്ണ് ഒരു നല്ലൊരു മഴ പെയ്താൽ എന്ത് സംഭവിക്കും? അത് കുറ്റി ഒലിച്ചു പോകും, ഒട്ടപ്പാറയായിട്ടുണ്ടാവും, ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇതുപോലെയാണ് അത് നന്മകൾ ചെയ്തുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അതേപോലെ ശ്രദ്ധ ചെയ്യുന്ന ആളുകള്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ പ്രവർത്തി അതുപോലെ ആയിരിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, അത്തരം ഒരു ദുരവസ്ഥ നമുക്കുണ്ടാവാതിരിക്കാം. ഈ താങ്ങ്, ഈ തണല്, ഈ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ നാളെ പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. ആ റബ്ബിന്റെ വജഹ മാത്രമായിരിക്കണം. ജനങ്ങളുടെ യാതൊരു നന്ദി വാക്കോ പ്രതിഫലമോ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. തന്റെ റബ്ബിനെ ഭയപ്പെട്ട കാരണത്താൽ ചുളിഞ്ഞു പോകുന്ന അതിശയമായ പ്രയാസപ്പെട്ടു പോകുന്ന ദിവസത്തെ ഭയപ്പെട്ട കാരണത്താലാണ് ആ ഒരു സംഗതി ചെയ്യുന്നത് എന്ന് വിശ്വാസികൾ പറയുമ്പോൾ ആ ഒരു ആദർശത്തെ, ആ ഒരു വിഷയത്തെയാണ് സഹോദരങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ചെയ്യേണ്ടതും. അതിനുള്ള അവസരങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നതും വലിയ വലിയ മുതൽക്കൂട്ടാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന മേഖല കൂടിയാണ്. അത്തരം ആളുകളെ കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു വലിയ നന്മയാണ്, മുതൽക്കൂട്ടാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാൻ സാധിച്ചാൽ വരും കാലങ്ങൾ ഒരു വലിയ നന്മയാക്കി മാറ്റിയെടുക്കാനും ഊർജമാക്കി മാറ്റിയെടുക്കാനും അവരുടെ പ്രാർത്ഥന ലഭിക്കാനും ഒക്കെ ഒരു നിമിത്തമാണ്. സ്വന്തം മക്കളെക്കാൾ ചിലപ്പോൾ മക്കളെക്കാൾ പ്രാർത്ഥനയായിരിക്കാം നമുക്ക് ഫലം കിട്ടുക. അതുകൊണ്ട് നാം മനസ്സിലാക്കി അത്തരം താങ്കളായി മാറാൻ, അതേ നല്ല രംഗത്ത് ഈ മേഖലയിൽ വലിയ താങ്ങായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു. Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd.
ഇത്തഖുല്ലാഹ ഉശീകും സാനിക തഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയിൽ കൂടെ സൂക്ഷിക്കണേ നോക്കുക വിശ്വാസം. അതോടൊപ്പം തന്നെ കൂടിച്ചേർക്കുന്ന ഒരു ഭാഗമാണ് എത്തിയപ്പോഴുള്ള കാര്യം. അവിടെ സന്തോഷം. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാലും സ്ഥാപനം തുറന്നു കഴിയുമ്പോൾ അതൊരു വലിയ വിഷയമാകും. അങ്ങനെയുള്ള മക്കളൊക്കെ ഏറ്റെടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ മുതൽക്കൂട്ടാണ് എന്ന് കൂടി നാം അതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കും. കാരണം ശേഷിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഒരു കുട്ടിയെങ്കിലും ദത്തെടുക്കാൻ ശ്രമിക്കണം. ഒരിക്കലും മറക്കാത്ത ഓർമ്മകളായിരിക്കും. നിരന്തരമായ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി അത്തരക്കാർക്ക് ലഭിക്കും. ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വന്തം മക്കൾക്ക് ലഭിക്കാത്തതിനേക്കാളും ഗംഭീരമായിട്ടായിരിക്കാം, ഒരിക്കലും മറന്നു പോകാത്ത ഒരു മേഖലയായിക്കൊണ്ടായിരിക്കാം നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു താങ്ങായി മാറാൻ, അവർക്കൊരു തണലായി മാറാൻ, ആശ്വാസത്തിന്റെ ഒരു മേഖല, ഒരു എന്താ പറയുക, ഒരു പിടുത്തമായി കൊണ്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അവിടെയും ഒരു വലിയ മുതൽക്കൂട്ടം ലഭിക്കുക. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മഹത്തായ സേവനം കൂടിയാണ്. അല്ലെ മുമ്പ് പറഞ്ഞു അല്ലെ പോലെ തള്ളുന്നവരായി മാറാൻ പാടില്ല. അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ അവരോട് നല്ല സമീപനം സ്വീകരിക്കുക. അവരുടെ ആവശ്യമായ സാമ്പത്തികമായ മേഖലയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഒരു വലിയ നേട്ടമാക്കി നാം അതിനെ കാണുക. ഒരു താനുമായി വർദ്ധിക്കാൻ സാധിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഏറെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം, അതായത് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ ഒരുക്കങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട യാത്രകളിലേക്കൊക്കെ ആളുകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വിമാനം നമ്മുടെ കോഴിക്കോട് നിന്നും ഈ 21-ാം മുതലാണ് തുടങ്ങുന്നത്. എന്തായാലും ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു ഭാഗം നമ്മുടെ സമൂഹത്തിൽ അത് വല്ലാതെ അല്ലക്കുടിച്ചിട്ടുണ്ട്. ഹജ്ജ് യാത്ര നിസ്കാരത്തിൽ യാത്രയില്ല, ഉംറക്കൊരു യാത്രയില്ല, ഹജ്ജ് യാത്ര എന്താ മനസ്സിലാക്കില്ല. അങ്ങനെ യാത്രയ്ക്ക് എല്ലാവരോടൊക്കെ പൊരുത്തപ്പെടിക്കണം. അതുപോലെ പൊരുത്തപ്പെടിപ്പിക്കുന്ന ഒരുപാടുണ്ട്. അതങ്ങനെ മനസ്സിലാക്കി നടക്കുന്നു. ആ സമയത്ത് വന്നൊരു പൊരുത്തപ്പെടിപ്പിക്കണം ഒരു രീതി, ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും വിളിച്ചു വരുത്തിയുള്ള ഒരു യാത്ര. അപ്പൊ ആലോചിച്ചു, അതായത് പുതിയ പുതിയ വിദ്യാർത്ഥികൾ കടന്നു വരുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മളത് കാണണം. പുതിയ പുതിയ ആചാരങ്ങൾ കടന്നു വരും. ഇസ്ലാമിൽ ഇല്ലാത്ത കുറെ വിഷയങ്ങളുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇനി മുന്നോട്ട് നമ്മൾ പല സുഹൃത്തുക്കളും യാത്ര ചോദിക്കുന്നവരായിരിക്കും. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു മാർഗം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അവർ യാത്ര നല്ല രൂപത്തിലായിരിക്കാൻ, അവിടെ ചെന്ന് അവർക്ക് കർമ്മങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാനുള്ള ആരോഗ്യത്തിനും വേണ്ടി, അങ്ങനെയുള്ള ആ ഒരു വിഷയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലിൽ നിന്നും അതുപോലെ നമ്മുടെ പരിസരങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളൊക്കെ അയൽവാസികൾ പലരുമൊക്കെ ഹജ്ജിന് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. യാത്രക്ക് വേണ്ടി അവർ പലരും രാജ്യത്തോട് വസിയത്ത് നൽകിയവരുണ്ട്. എല്ലാവർക്കും മക്കബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യവും അവർക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി കൊണ്ട് ഉണ്ടാവണമെന്ന് കൂടി പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അവിടെ യാത്രക്കാരുടെ എളുപ്പമായിരിക്കാൻ, യാത്രക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക മഹത്വമുണ്ടല്ലോ, സ്വീകരിക്കുന്ന പ്രാർത്ഥന കൂടി. അപ്പോൾ ആ പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കാൻ, അവിടെ ചെന്നാലും കർമ്മങ്ങളെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ഉണ്ടാവണം. ഇനി ഈ പറയപ്പെട്ട ദിവസങ്ങളൊക്കെ ഇനി അതാണ് കാണാൻ കഴിയുക. അവിടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു അവർക്കത് പൂർണ്ണമായി നിർവഹിക്കാനുള്ള ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അല്ലാഹു അവർക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ യാത്ര മറ്റു കാര്യങ്ങളെല്ലാം അല്ലാഹു എളുപ്പമായി കൊടുക്കുമാറാകട്ടെ. വിശ്വാസികളെ ജീവിതത്തിൽ ഈ പറഞ്ഞ തളരും എന്നത് നിസ്സാരമായ സംഗതിയല്ല. അത് ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് വളരുന്ന മറ്റൊരു സംഗതിയാണ്
നോമ്പ് കഴിഞ്ഞു, ചെറുപെരുന്നാൾ കഴിഞ്ഞു, ഇനി ഉദഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അവിടങ്ങളൊക്കെ ഒരു ശ്രദ്ധയും ഇതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് ഉണ്ടാവണം എന്നുകൂടി സാധാരണമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാനും അതനുസരിച്ച് കൊണ്ട് കർമ്മങ്ങൾ ധന്യമാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോകുന്ന ചെറുപ്പമായ പാപങ്ങളാകുന്ന മാതാപിതാക്കൾ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു ശിഫയും ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. കടങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും ജോലിയിലും ബിസിനസ്സിലും എല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر من نصر الدين. اللهم انصر إخوان المسلمين في كل مكان الذين يجاهدون بأعداء كلمة لا إله إلا الله. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.